വിശ്വാസ കച്ചവടക്കാർ പഠിപ്പിക്കുന്ന ഒരു മഹാഭാരതമുണ്ട്. ഒപ്പം സംഘികളും. പാണ്ഡവരെക്കുറിച്ച് എന്ത് തോന്നിവാസം കാണിച്ചാലും വീരകൃത്യം പോലെ നമ്മൾ അതിനെ ഉൾക്കൊള്ളണമെന്ന രീതിയിൽ അവതരിപ്പിച്ച മഹാഭാരതം. എന്നാൽ ഇതിനപ്പുറത്തേക്ക് മഹാഭാരതത്തിൻ്റെ പച്ചയായ ഒരു വേർഷനുണ്ട്. അത് കൃത്യമായി കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നലകളിൽ വിചാരിച്ചിരിക്കുന്ന പല തോന്നിവാസങ്ങളും തെമ്മാടിത്തരങ്ങളെല്ലാം വീരകൃത്യമാണ് എന്ന ചിന്ത പൊളിഞ്ഞടുങ്ങുന്നത്. പാണ്ഡവർക്ക് 3 ചെറിയ ബലഹീനതകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒന്ന്, നന്നായിട്ട് വെള്ളമടിക്കും. വെള്ളമടിച്ചു കഴിഞ്ഞാൽ ചീട്ട് കളിക്കാൻ പോകണം. ചീട്ടുകളി തോറ്റു കഴിഞ്ഞാൽ പെണ്ണ് പിടിക്കാൻ പോകണം. അങ്ങനെ, അതായത് ചീട്ടുകളി, ചൂതാട്ടം എന്നൊക്കെ പറഞ്ഞാൽ അസാമാന്യ കളിയാണ്. അവസാനം ഭാര്യയെ വരെ പണയം വെച്ച് ചീട്ട് കളിച്ചവൻ്റെ പേരാണ് ധർമ്മപുത്രൻ. അപ്പോൾ അന്നേരം ദുര്യോധന് ഒരു സഹതാപം തോന്നുന്നു. ദുര്യോധൻ പറഞ്ഞു, വാടാ, നീ ഇനി ഒന്നും പണയം വെക്കണ്ട, നിനക്ക് ഞാൻ ഒരവസരം കൂടെ തരാം. നീ ഈ കളി ജയിച്ചാൽ നീ ഇതുവരെ പണയം വെച്ചത് മുഴുവൻ ഞാൻ തിരിച്ചു തരാം. തോറ്റു കഴിഞ്ഞാൽ മേലാൽ ഈ പഞ്ചായത്ത് കണ്ടുപോകരുത്. നിൻ്റെ ശല്യം അത്രയ്ക്കുണ്ട്. അപ്പം ധർമ്മപുത്രൻ അത് സംഭവിച്ചു. അവിടെയും തോറ്റു കഴിഞ്ഞപ്പം ആ നാട് വിട്ടു പോകണം. അങ്ങനെയാണല്ലോ കരാറ്. അപ്പോൾ ഇതിനകത്ത് ഇവർ പറയുന്നത് കള്ളച്ചൂതനാണെന്ന് അറിഞ്ഞാലും ചൂത് കളിക്കാൻ വിളിച്ചെന്നാൽ ചെല്ലണം, അത് രാജധർമ്മമാണ്. സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? കൃത്യമല്ലേ? നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ പണയം വെച്ച് ചൂത് കളിക്കുമോ? ആ ചൂത് കളിക്കുന്നവൻ്റെ പേര് ധർമ്മപുത്രർ എന്ന് പറയൂ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ചോദ്യം. ആ പ്രവൃത്തി ചെയ്യുമ്പോൾ കൃഷ്ണൻ രക്ഷിച്ചു എന്ന രീതിയിലൊക്കെ വീരകൃത്യമായി അവതരിപ്പിക്കുമ്പോൾ അതിന് ഇങ്ങനെ കൂടിയൊരു അർത്ഥമുണ്ട്. ഇത് മാത്രമാണ് അതിൻ്റെ അർത്ഥം. അതായത് ചൂതാട്ടം നടത്തി സകലതും വിറ്റവർ ഈ നാട്ടിലെ ഹീറോയിസ്റ്റിക് പരിവേഷത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? സാമാന്യ യുക്തിയല്ലേ? ആ യുക്തിയില്ലായ്മയെ ചൂഷണം ചെയ്താണ് ഇവിടുത്തെ വിശ്വാസ കച്ചവടക്കാർ നിങ്ങളെ ചൂഷണം ചെയ്യുന്നത്. അതിലൂടെയാണ് സംഘികൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവർക്ക് വേണ്ട നേട്ടം കൊയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പോയിസൺ നിങ്ങളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. മഹാഭാരത കഥയിൽ ഏറ്റവും വൃത്തികെട്ട പ്രവർത്തനം ചെയ്തിരിക്കുന്നത് പാണ്ഡവരാണ്. സ്വന്തം ഭാര്യയെ പോലും പണയം വെച്ച് ചൂത് കളിച്ചവർ ഈ സമൂഹത്തിലെ മാതൃകാ പുരുഷന്മാരും വീരകൃത്യം ചെയ്തവരും. ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവരെ ആരാധിക്കുന്നവരാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഈ പ്രവൃത്തി ചെയ്യുന്നവരെ നിങ്ങൾ ആരാധിക്കുമോ? വെരി സിംപ്ലി നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്കതിന് കിട്ടാവുന്ന ഉത്തരമേ ഉള്ളൂ. ഇതൊക്കെ പോളിഷ്ഡ് ഭാഷയിൽ നമ്മുടെ ഉള്ളിലേക്ക് തെറ്റിനെ ശരിയെന്നുള്ള നിലയ്ക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് കയറ്റിയ ആ വിദഗ്ധരാണ് ഇന്ന് വിശ്വാസ കച്ചവടത്തിൻ്റെ അപ്പോസ്തലന്മാർ. ഇത്തരം തോന്നിവാസങ്ങളും തെമ്മാടിത്തരങ്ങളെല്ലാം സമൂഹത്തിൻ്റെ ഇടയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമായിട്ട് നമ്മൾ ഇന്ന് അടയാളപ്പെടുത്തുമ്പോൾ ഇന്നലകളിൽ ചെയ്ത ഈ പ്രവൃത്തിയൊക്കെ വീരകൃത്യമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് നമ്മളെ കൊണ്ടത് ശരിയാണെന്ന് വിശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ തോന്നിവാസത്തെ പിന്തുണയ്ക്കുന്നവരുടെ മനോഭാവം കൂടി നിങ്ങൾക്കൊന്ന് ചിന്തിക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി കേട്ടോളൂ. ഇതാണ് മഹാഭാരതത്തിൻ്റെ യഥാർത്ഥ പച്ചയായ വേർഷൻ. പാണ്ഡവർക്ക് 3 ചെറിയ ബലഹീനതകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒന്ന്, നന്നായിട്ട് വെള്ളമടിക്കും. വെള്ളമടിച്ചു കഴിഞ്ഞാൽ ചീട്ട് കളിക്കാൻ പോകണം. ചീട്ടുകളി തോറ്റു കഴിഞ്ഞാൽ പെണ്ണ് പിടിക്കാൻ പോകണം. അങ്ങനെ, അതായത് ചീട്ടുകളി, ചൂതാട്ടം എന്നൊക്കെ പറഞ്ഞാൽ അസാമാന്യ കളിയാണ്. അവസാനം ഭാര്യയെ വരെ പണയം വെച്ച് ചീട്ട് കളിച്ചവൻ്റെ പേരാണ് ധർമ്മപുത്രൻ. അപ്പോൾ അന്നേരം ദുര്യോധന് ഒരു സഹതാപം തോന്നുന്നു. ദുര്യോധൻ പറഞ്ഞു, വാടാ, നീ ഇനി ഒന്നും പണയം വെക്കണ്ട, നിനക്ക് ഞാൻ ഒരവസരം കൂടെ തരാം. നീ ഈ കളി ജയിച്ചാൽ നീ ഇതുവരെ പണയം വെച്ചത് മുഴുവൻ ഞാൻ തിരിച്ചു തരാം. തോറ്റു കഴിഞ്ഞാൽ മേലാൽ ഈ പഞ്ചായത്ത് കണ്ടുപോകരുത്. നിൻ്റെ ശല്യം അത്രയ്ക്കുണ്ട്. അപ്പം ധർമ്മപുത്രൻ അത് സംഭവിച്ചു. അവിടെയും തോറ്റു കഴിഞ്ഞപ്പം ആ നാട് വിട്ടു പോകണം. അങ്ങനെയാണല്ലോ കരാറ്. അപ്പോൾ ഇതിനകത്ത് ഇവർ പറയുന്നത് കള്ളച്ചൂതനാണെന്ന് അറിഞ്ഞാലും ചൂത് കളിക്കാൻ വിളിച്ചെന്നാൽ ചെല്ലണം, അത് രാജധർമ്മമാണ്. സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ?